സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിഃ യജത്രാഃ സ്ഥിരൈരംഗൈഃ തുഷ്ടുവാംസസ്തനൂഭിഃ വ്യശേമ ദേവഹിതം യദായുഃ ഭദ്രം നോ അഭിവാദയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം. മുണ്ടക ഉപനിഷത്തിലെ 1-ാം മുണ്ടകത്തിലെ 2-ാം കാണ്ഡത്തിലെ 4-ാമത്തെ മന്ത്രം. കാളീ കരാളീച മനോജവാച സുലോഹിത യാജസു ധൂമ്രവർണ സ്ഫുലിംഗിനി വിശ്വരുചീ ച ദേവി ലോലായമാന ഇതി സപ്തജിഹ്വാ. കാളിയും കരാളീച കരാളിയും മനോജവാച മനോജവയും സുലോഹിത സുലോഹിതയും യാ സുധൂമ്രവർണ സാ ച സുധൂമ്രവർണ എന്ന് പ്രസിദ്ധമായിട്ടുള്ളതും സ്ഫുലിംഗിനിയും ദേവി വിശ്വരുചീച്ച ദേവിയായ വിശ്വരുചിയും ഇപ്രകാരം ലോലായമാനകളായ ആഹുതി ഗ്രസത്തിനായി ചലിക്കുന്ന ജിഹ്വകൾ അഗ്നിയുടെ നാവുകൾ സപ്ത ഭവന്തി 7 തരത്തിൽ ഉണ്ട്. ആഹുതി ഗ്രസനത്തിനായി ചലിക്കുന്ന അഗ്നിയുടെ 7 നാവുകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കാളി, കരാളി, മനോജവ, സുലോഹിത, ധൂമ്രവർണ, സ്ഫുലിംഗിനി, വിശ്വരുചി ഇങ്ങനെയുള്ള 7 നാവുകളെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. അഗ്നിദേവൻ്റെ ഈ 7 നാവുകൾ സപ്തജിഹ്വകൾ 7 ജ്വാലകളായ 7 നാക്കുകളിനും ഓരോന്നിനും പ്രത്യേക സ്വഭാവമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഓരോരോ പേര് വഴി നമ്മൾ ചിന്തിക്കേണ്ടത്. കാളി കറുത്ത നിറത്തിലുള്ള ജ്വാല, ഇത് കാലത്തെയും സംഹാര ശക്തിയെയും ആണ് സൂചിപ്പിക്കുന്നത്. കരാളി എന്ന് പറഞ്ഞാൽ ഭയങ്കര രൂപത്തോടു കൂടിയ ജ്വാല, തിന്മകളെ ഭസ്മീകരിക്കുന്ന രൂപം. മനോജവ മനസ്സിൻ്റെ വേഗതയുള്ള ജ്വാല, ആഗ്രഹങ്ങളെ വേഗത്തിൽ ലക്ഷ്യത്തിൽ എത്തിക്കുവാനുള്ള ജ്വാലയാണ് മനോജവ. സുലോഹിത നല്ല ചുവപ്പ് നിറത്തിലുള്ള മനോഹരമായ ജ്വാല, ഐശ്വര്യത്തിൻ്റെ പ്രതീകം. സുധൂമ്രവർണ പുക നിറത്തോടുകൂടിയ ജ്വാല, ഇത് പ്രപഞ്ചത്തിലെ നിഗൂഢതകളെ സൂചിപ്പിക്കുന്നു. സ്ഫുലിംഗിനി സ്ഫുരണങ്ങളോടുകൂടി തീപ്പൊരികളോടുകൂടിയ ജ്വാല, അവിടെ തീപ്പൊരി എന്ന് പറയുമ്പോൾ അവിടെ തേജസ്സാണ്, തേജസ്സിൻ്റെ സ്ഫുരണം കാണിക്കുന്നതാണ് ആ സ്ഫുലിംഗിനി. പിന്നെ വിശ്വരുചി എന്ന അവസാനത്തെ ജ്വാല, സർവവ്യാപിയായ പ്രകാശം എന്നർത്ഥം. വിശ്വരുചി എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നതും ആസ്വദിപ്പിക്കുന്നതുമായ ജ്വാലയാണ് വിശ്വരുചി. ഇങ്ങനെ 7 ജ്വാലകൾ കൊണ്ട് 7 തരത്തിലുള്ള സ്വഭാവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ കറുത്ത നിറം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു, കാലത്തിൻ്റെയും സംഹാര ശക്തിയെയും കുറിച്ച്. പിന്നെ കരാളി എന്ന് പറയുമ്പോൾ അത്യധികം ഭയങ്കരമായ രൂപത്തോടുകൂടി എല്ലാ തിന്മകളെയും ഭസ്മീകരിക്കാനുള്ള കഴിവ് അഗ്നിദേവനുണ്ട്. മനസ്സിൻ്റെ വേഗതയിൽ നമ്മുടെ ആഗ്രഹങ്ങളിലെ ലക്ഷ്യത്തിൽ എത്തിക്കാൻ നമ്മൾ എന്താണോ ഹോമിക്കുന്നത്, ആർക്ക് വേണ്ടിയാണോ ഹോമിക്കുന്നത്, ആ ഹോമത്തിൽ നമ്മുടെ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത്, ആ മനസ്സിൻ്റെ അത്രയും വേഗതയിൽ ജ്വാല ആഗ്രഹങ്ങളെ നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ എന്താണോ ഹോമം ചെയ്യുന്നത് അതിനെ ഏതാണോ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ എത്തിക്കാനുള്ള ജ്വാലയാണ് മനോജവ. അത് കഴിഞ്ഞാൽ നമുക്ക് തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ചുവന്ന നിറത്തിലുള്ള ജ്വാലകൾ കാണാം. ആ ജ്വാല കണ്ടു കഴിഞ്ഞാൽ നല്ല ഐശ്വര്യത്തിന് പ്രതീകമായി സുലോഹിതം,
ലോഹിതമായ വർണ്ണത്തോടുകൂടി ചുവപ്പ് നിറത്തിലുള്ള, മഞ്ഞയും ചുവപ്പ് നിറത്തിലുള്ള സ്വർണ്ണവർണ്ണത്തിലുള്ള ആ ജ്വാല കാണുമ്പോൾ അത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. അത് കഴിഞ്ഞ് അതിനിടയിൽ ഈ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുക വന്നു കഴിഞ്ഞാൽ അത് ധൂമ്രവർണ്ണത്തോടു കൂടിയായി. അപ്പോൾ അത് ധൂമ്രവർണ്ണം എന്ന് പറയുമ്പോൾ എല്ലാം നമുക്ക് നിഗൂഢതയിലേക്ക് നയിക്കുന്ന ഒരു പ്രതീകമാണ് ധൂമ്രവർണ്ണം എന്നുള്ളത്. അത് കഴിഞ്ഞ് ഇതിനിടയിൽ തീപ്പൊരികളോടുകൂടി സ്ഫുലിംഗത്തോടുകൂടി ജ്വാല മുകളിലേക്ക് ഉയരുമ്പോൾ തീപ്പൊരികളോടുകൂടി ഉയരുന്നതാണ് സ്ഫുലിംഗിനി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് എല്ലാത്തിലും വ്യാപിക്കുമ്പോൾ അത് വിശ്വരുചിയായി സർവ്വവ്യാപിയായ ജ്വാലയായിത്തീരുന്നു. ഇങ്ങനെ അഗ്നിയുടെ 7 ജ്വാലകളെക്കുറിച്ചാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്.